ഹായ് ഗൈസ്, എല്ലാവർക്കും വിജയദശമി ദിനാശംസകൾ. ഇത് ഞാൻ എന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്നറിയത്തില്ല, എങ്കിലും എല്ലാവരെയും വിജയദശമി ദിന ആശംസകൾ വിഷ് ചെയ്യുന്നു. ഇത് നമ്മുടെ കോടേരിൽ നവരാത്രിക്ക് ദുർഗാദേവിയുടെ സ്റ്റാച്യു വെക്കും. എന്നിട്ടത് 9 ദിവസം പൂജ ചെയ്തിട്ട് വിജയദശമി ദിവസം കൊണ്ടുപോയി ഇത് നിമജ്ജനം ചെയ്യും. ഞാനന്ന് കാണിച്ചില്ലായിരുന്നു, ഗണേശനെ വിനായക ചതുർത്ഥിക്ക് വിനായകനെ നിമജ്ജനം ചെയ്യുന്നത് 11 ദിവസം പൂജ ചെയ്തിട്ട്. അതേപോലെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും വെക്കാറുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പം 9 ദിവസം പൂജ ചെയ്യും, ഓരോ ഏരിയയിലായിട്ട് വെക്കും. ഞങ്ങൾ അങ്ങനെയുള്ള ഒരിടത്ത് കോടേരി തന്നെയാണ് ദുർഗാഷ്ടമി, അതായത് ദസറ ആഘോഷിക്കുന്നിടത്തേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ പൂജ നടക്കുകയായിരുന്നു. ഇമ്മക്കുട്ടി ദുർഗാദേവിക്ക് കുങ്കുമാഭിഷേകം ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു എനിക്ക് താഴെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇമ്മക്കുട്ടി തന്നെ ഇരുന്ന് അവളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. കുട്ടി ഭയങ്കര ആഹ്ലാദത്തിലാണ്. അതിൻ്റെ കൂടെയാണ് ബത്കമ്മ ഫെസ്റ്റിവൽ. ഇതെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ ആകെ ആഹ്ലാദ തിമിർപ്പിലാണ്. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ ഇമ്മക്കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതായത് ചെറിയ ചെറിയ ദുർഗാദേവിയുടെ പ്രതിമ വെച്ചിട്ട് അവർ അവിടെ പൂജ ചെയ്യും. ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്ന ദുർഗാദേവിയുടെ സ്റ്റാച്യു. പൂജ ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു ദുർഗാദേവി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. കാരണം ഞങ്ങൾ ദസറ സമയത്ത് എപ്പോഴും നാട്ടിലായിരിക്കും, വെക്കേഷനല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോരും. ഈ പ്രാവശ്യം ഞങ്ങൾ ഇതൊക്കെ ആഘോഷിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളിവിടെ നിൽക്കുകയായിരുന്നു, നാട്ടിലോട്ട് പോയില്ല. അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. കുട്ടി പൂജ ചെയ്യുന്നു. കുങ്കുമാണ് അങ്ങനെ പലയിടത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. പല ആൾക്കാർ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് കുങ്കുമാഭിഷേകം. ഇമ്മക്കുട്ടിക്കൊന്നും അറിയത്തില്ല, അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവളുടെ കയ്യെ പിടിച്ച് ചെയ്യിക്കുവാണ്. ഇന്നലെ രാത്രിയിൽ, അതായത് ദുർഗാഷ്ടമി ദിവസം വൈകിട്ട് ഒത്തിരി താമസിച്ചാണ്, ഒരു 2:30 ആയി ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും. ഇതെല്ലാം കാണുവാനായിട്ട് ഞങ്ങൾ പോയിരിക്കുകയായിരുന്നു. ഇവിടെ തന്നെയാണ്, കോടേരി തന്നെയാണ്. ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്. ഞങ്ങൾ ഇത്രയും വർഷമായി ഇതുവരെയായിട്ടും കോടേരി ദസറ കൂടിയിട്ടില്ല. വിജയദശമിയാണ് മെയിൻ ഫെസ്റ്റിവൽ ദിവസം. അന്ന് അവരുടെ വീടുകളിലൊക്കെ അവർ നല്ല രീതിയിൽ ആഘോഷിക്കും. ദുർഗാഷ്ടമി പൂജ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പൂജയെടുക്കോ അങ്ങനൊന്നുമില്ല, പൂജ വയ്ക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ബസ്സൊക്കെ പൂജ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. വിജയദശമിയിലാണ് പൂജ ചെയ്യാൻ കുറച്ച് അരിയൊക്കെ കൊണ്ടുപോയി അവളെയും ഹരിശ്രീയൊക്കെ എഴുതിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ചെയ്യണമെന്ന് വിചാരിക്കുന്നു. श्री महाभिषज्ञै नमः। ओम ऐं ह्रीं श्रीं विशदायै नमः। ओम ऐं ह्रीं श्रीं महादुर्गा विनाशिन्यै नमः। ओम ऐं ह्रीं श्रीं महावर्षायै नमः। ओम ऐं ह्रीं श्रीं महातत्त्वायै नमः। ओम ऐं ह्रीं श्रीं महाकैलासाय దూరం పెట్టుకో.
అని విశ్వవిఖ్యాతి గడించారు. వీళ్ళిద్దరు పుట్టుకతో దానవులైన గుణంలో ప్రవర్తనలో చాలా మంచివారు. మాట్లాడకండి అమ్మా. ఈరోజు అమ్మవారు అవతారం ఏంటి అంటే మహిషాసుర మర్దిని. అంటే మహిషాసురుడు అనేటువంటి రాక్షసుని మర్దన చేసింది. మర్దన చేయడం అంటే చంపడం. చంపి అమ్మవారు రాజరాజేశ్వరిగా అవతరించింది. అందుకే రేపు చివరి అవతారం అమ్మవారు రాజరాజేశ్వరిగా మనకు దర్శనమిస్తారు. మరి మహిషాసురుని యొక్క కథ ఏంటి, దాని గురించి చెప్తాను, వినండి. మహిషుని యొక్క తండ్రి అసురుల రాజు అయినటువంటి రంభుడు ఆయన పేరు. ఆయన రాక్షసులకు రాజు. ఆయన పేరు రంభుడు. ఒకరోజు ఆయన మహిషం అనేటువంటి గేదెతో కలిశాడట. అంటే సంసారం చేశాడు గేదెతో. ఆ గేదెతో కలిసిన మూలంగా జన్మించాడు ఈయన. అందువల్లనే మహిషాసురుడు అనేటువంటి పేరు వచ్చింది ఈయనకి. మరి ఈయన ఎలా ఉంటాడు అంటే కొంతవరకు మనిషిలాగా ఉంటాడు, కొంతవరకు దున్నపోతులాగా రూపాంతరం చెందగల శక్తి ఉండేటువంటి వాడట ఈ మహిషాసురుడు అనేటువంటి వాడు. ఈ మహిషుడు బ్రహ్మ గురించి తపస్సు చేశాడు. ఎందుకోసం చేశాడంటే మానవుల చేత దేవతల చేత మరణం లేకుండా ఉండాలి నాకు అనేటువంటి వరం కోసం. అలా తపస్సు చేసి బ్రహ్మ దగ్గర వరం పొందుతాడట. మానవులతో దేవతలతో మరణం ఉండకూడదు అని. తర్వాత వరం పొందిన తర్వాత స్వర్గలోకం మీద భూలోకం మీద దండెత్తుతాడు. దేవతలందరినీ తరిమి కొడతాడట. బ్రహ్మశాపానికి తరుణోపాయంగా దేవతలందరూ వారి శక్తులన్నింటినీ క్రోడించి సుందరమైనటువంటి ఒక నవ యవ్వన యువతిని సమస్త శక్తివంతురాలుగా సృష్టిస్తారు. ఆ యువతి ఎవరు అంటే దుర్గాదేవి. ఆ దుర్గాదేవి మహిషుడు అనేటువంటి రాక్షసుని ఎదిరించింది. 9 రోజులు ఆ రాక్షసునితో యుద్ధం చేసిందట. చాలా తీవ్రంగా పోరాడిందట. 10వ రోజున ఇంతటి బలమైనటువంటి రాక్షసుని వధించేసింది, అంటే సంహరించింది. అందువల్లనే దుర్గాదేవిని మహిషాసుర మర్దిని అని